നമസ്കാരം. ഞാൻ ഡോക്ടർ രമണി, കൺസൾട്ടൻറ്റ് പത്തോളജിസ്റ്റാണ്. പാലക്കാട് ഡീൻ ഡയഗ്നോസ്റ്റിക്സ് എന്ന ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകളിൽ വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു അർബുദത്തിനെ കുറിച്ചാണ്. അത് സർവൈക്കൽ ക്യാൻസർ എന്ന് പറയും. ഗർഭാശയ ഓളത്തിൽ കാണുന്ന ക്യാൻസറിനെയാണ്, അർബുദത്തിനെയാണ് സർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്. ഇത് ലോകമെമ്പാടും വളരെ സാധാരണമാണ്. പക്ഷേ ഇന്ത്യയിൽ അത് കൂടുതൽ, ഇന്ത്യ അല്ലെങ്കിൽ ആഫ്രിക്ക എന്ന് വെച്ചാൽ അവികസിതമായ രാജ്യങ്ങളിൽ കൂടുതൽ കണ്ടുവരുന്ന ഒരു അർബുദമാണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നാണ് ഈ സർവൈക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്ന അണുവിൻ്റെ പേര്. അത് പക്ഷേ പലതരമുണ്ട്. അത് കണ്ടുപിടിക്കാനെല്ലാം ഇപ്പോൾ പരിശോധനകളുണ്ട്. അതിനാൽ വികസിതമായ രാജ്യങ്ങൾ അല്ലെങ്കിൽ വരുമാനം നിറയുള്ള രാജ്യങ്ങളിൽ അവർ അതെല്ലാം സ്ക്രീനിങ് പ്രോഗ്രാം വെച്ച് തുടങ്ങിയിട്ട് കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നിരക്ക് കുറഞ്ഞു വരുന്നുണ്ട്. അത് നമുക്കും വേണ്ടതാണ്. നമ്മളിലും കുറേ പേർക്ക് ഈ പരിശോധനകളെക്കുറിച്ച് അറിയില്ല. അവരിൽ അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇങ്ങനെ. അപ്പോൾ ഇത് സാധാരണ കണ്ടുവരുന്നത് സെക്ഷൽ അല്ലെങ്കിൽ ലൈംഗിക ബന്ധം തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അതിങ്ങനെ ആക്റ്റീവായിട്ടുള്ള സ്ത്രീകളിലാണ്. അപ്പോൾ ഒരു 20-25 വയസ്സ് മുതൽ 50-55 വയസ്സ് വരെയുള്ള സ്ത്രീകളിലാണ് ഇത് കാണുന്നത് അധികമായി. അപ്പോൾ ആ ആക്ടിവിറ്റി അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേദനയോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ ഉടനെ ബ്ലീഡിങ്, വജൈനൽ ബ്ലീഡിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ രക്തസ്രാവം ഉണ്ടാകുകയോ, അല്ലെങ്കിൽ നമുക്ക് പീരിയഡ്സ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിൽ ബ്ലീഡിങ്, 2 പീരിയഡ്സിൻ്റെ ഇടയിൽ ബ്ലീഡിങ്, അതല്ലെങ്കിൽ ബ്ലീഡിങ് സമയത്ത് തന്നെ കൂടുതൽ രക്തസ്രാവം, ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അത് ഒന്ന് സംശയിച്ച് നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ടതാണ്. അത് ഇതിൻ്റെ ലക്ഷണങ്ങൾ ഇതിനുള്ള സാധ്യത ഉണ്ടെന്നേ ഉള്ളൂ. അതായിക്കൊള്ളുന്നൊന്നുമില്ല. അതില്ലാത്ത ആൾക്കാരും ഈ 20-25 വയസ്സ് മുതൽ 50 വയസ്സുള്ള വരെയുള്ള സ്ത്രീകൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുള്ളവരാണെങ്കിൽ എല്ലാ 3 വർഷം കൂടുമ്പോഴും ഒരു പരിശോധന, ഈ സ്ക്രീനിങ് ടെസ്റ്റ് നടത്തേണ്ടതാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട എന്തെല്ലാമാണ് ഈ പരിശോധനകൾ? ആദ്യമായിട്ട് തന്നെ ഗൈനക്കോളജിസ്റ്റ് ഒരു സ്കോപ്പ് ഇട്ടിട്ട് അതിൽ കൂടെ നോക്കും സെർവിക്സിന് എന്തെങ്കിലും കാണാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന്. എന്നിട്ട് 3 തരമാണ് ഈ സ്ക്രീനിങ് ടെസ്റ്റുകൾ. ഒന്ന്, ഈ വൈറസ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കണ്ടുപിടിക്കാൻ RT-PCR പോലൊരു ടെസ്റ്റാണ്, മോളിക്കുലർ, അത് ചെയ്യാം. അതല്ലെങ്കിൽ ഈ സെർവിക്സിൽ ഒരു ബ്രഷ് ഇട്ടിട്ട് അതിലത്തെ ബ്രഷോ സ്പാറ്റിലോ എന്തെങ്കിലും ഇട്ട് അതിലത്തെ കോശങ്ങളെടുത്ത് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ കൂടെ നോക്കിയിട്ട് പത്തോളജിസ്റ്റിന് അറിയാൻ പറ്റും ഈ വൈറസ് ആ കോശങ്ങളെ ഇൻഫെക്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. പിന്നുള്ളത് ഗൈനക്കോളജിസ്റ്റ് തന്നെ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ സെർവിക്സിൽ ഒറ്റിച്ച് നോക്കിയാൽ അവർക്ക് നിറവ്യത്യാസം കാണാറുണ്ട്. അത് നോക്കിയാലും അറിയാൻ പറ്റും. അപ്പോൾ ഇത് 3ഉം ഒരുമിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ഐഡിയൽ. ഇപ്പോൾ 3 വർഷത്തിലൊരിക്കൽ ടെസ്റ്റിന് വരികയാണെങ്കിൽ ഇത് 3ഉം ചെയ്യുന്നതാണ് ഐഡിയൽ. അല്ലെങ്കിൽ ഈ 2 സർവൈക്കൽ സൈറ്റോളജി, മോളിക്കുലർ HPV മോളിക്കുലർ എന്തായാലും ചെയ്തിരിക്കണം. ഇപ്പോൾ അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും കുറേ ലാബുകളിൽ എല്ലാവിടെയും സാധാരണമാണ്. സർവൈക്കൽ അത് 2 കണ്ടുപിടിച്ചാൽ 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ആ രോഗം അല്ലെങ്കിൽ ഈ ഇൻഫെക്ഷൻ ഉണ്ടോ, ഈ വൈറസ് നമ്മളുടെ ഉള്ളിൽ കൂടിയിട്ടുണ്ടോ എന്നറിയാൻ പറ്റും. അതുണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്തിട്ട് ഇല്ലാതാക്കാൻ പറ്റും, വരാതിരിക്കാൻ പറ്റും. ഇനിയിപ്പോൾ അഥവാ അത് വന്നിട്ടുണ്ടെന്ന് ചോദിക്കും, ചെറിയ ലോ ഗ്രേഡോ അല്ലെങ്കിൽ നേരത്തെ കണ്ടുപിടിക്കാവുന്ന ഒരു ടെസ്റ്റാണിത്. അപ്പോൾ നേരത്തെ തന്നെ അതിൻ്റെ ചേഞ്ചസ്, ലോ ഡിസ്പ്ലേസിയ എന്നൊക്കെ പറയും, ചെറിയ തോതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കോശങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെയും ട്രീറ്റ് ചെയ്തിട്ട് ചികിത്സിച്ചിട്ട് അതിനെ എടുത്ത് കളയുക അല്ലെങ്കിൽ അബ്ലേറ്റ് ചെയ്യുക, അങ്ങനെ പല ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അത് ഗൈനക്കോളജിസ്റ്റ് ചെയ്തിട്ട് അത് പ്രോഗ്രസ് ചെയ്യാതിരിക്കാനും ശരിക്കും ഫുൾ ഫ്ലെഡ്ജ് അർബുദം വരാതിരിക്കാനുമുള്ള ചാൻസ് ഉണ്ടാക്കും. അപ്പോൾ ഇത് എല്ലാം
ഈ 20-25 വയസ്സ് മുതൽ 50 വയസ്സുള്ള സ്ത്രീകൾ ചെയ്തിരിക്കേണ്ടതാണ്. 3 വർഷം അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ 5 വർഷം കൂടുമ്പോഴാണ് അത് ചെയ്തിരിക്കേണ്ടതാണ്. ഇതുവരെ ഞാൻ സംസാരിച്ചത് ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന സ്ത്രീകളിൽ HPV ഇൻഫെക്ഷൻ എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാം, അർബുദം എങ്ങനെ തടയാം എന്നുള്ള വിവരങ്ങളാണ്. ഇനി ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ ചെറിയ പെൺകുട്ടികളിൽ, ഇപ്പോൾ 9 തൊട്ട് 15 വയസ്സ് വരെ, 10 തൊട്ട് 15 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ഇത് വരാതിരിക്കാൻ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ കൂടെ ഇത് പ്രതിരോധിക്കാനായിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാംസ് തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മളുടെ നാട്ടിലെല്ലാം ആയി തുടങ്ങുന്നതേ ഉള്ളൂ. ഇതിൻ്റെ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളുടെ കൂടെയുള്ള ഡോക്ടർ ജയറാം ഈ ചാനലിൽ തന്നെ സംസാരിക്കുന്നതായിരിക്കും. ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക.